ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് എങ്ങനെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ ബ്ലറൊന്നും വരാത്ത രീതിയിൽ കിടിലിനായിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എപ്പിസോഡ് 2 എങ്ങനെ ഷാർപ്പായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, കാണുക. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ ആഴ്ചയും പറയുന്നത്. ഷാർപ്പായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫറിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ലെറ്റ്സ് ഫോട്ടോവാക്ക്. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ കുറച്ച് ഫോട്ടോഗ്രാഫി ആക്സസറീസ് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ചില പരിമിതികളുണ്ട്. എങ്കിൽ തന്നെയും ഷാർപ്പായിട്ട് ഫോട്ടോ കിട്ടാനായിട്ട് ഒരു ബിഗിനർ ഫോട്ടോഗ്രാഫർ ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ ഒരു ബിഗിനർ ഫോട്ടോഗ്രാഫർ കയ്യിൽ കൊണ്ട് നടക്കേണ്ട കുറച്ച് ആക്സസറീസ് ഞാൻ പറയാം. ഒന്ന്, ട്രൈപോഡ്. 2, ഒരു റിമോട്ട് ട്രിഗർ എന്നുള്ളതാണ്. ക്യാമറ ഷേക്ക് ആവാതെ അല്ലെങ്കിൽ മോഷൻ മൂലം ഉണ്ടാകുന്ന ബ്ലർ ഉണ്ടാവാതെ ഒരു ക്യാമറയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രൈപോഡ് അല്ലെങ്കിൽ മോണോപോഡ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റാൻഡ്. അത് യൂസ് ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു നമ്മുടെ ഹാൻഡ് ഹെൽഡ് വഴി ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാൻഡ് ട്രമേഴ്സ് അല്ലെങ്കിൽ ഷേക്ക് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിമോട്ട് ട്രിഗർ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ പലരും ഈ ഡിവൈസ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാണിക്കാം റിമോട്ട് ട്രിഗർ എന്താണെന്നുള്ളത്. നമ്മൾ ഹാൻഡ് ഹെൽഡായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രമേഴ്സ് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഷേക്ക് ഒഴിവാക്കാനായിട്ട് ക്യാമറ ട്രൈപോഡിൽ മൗണ്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആ ഒരു ഷേക്ക് ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റിമോട്ട് ട്രിഗർ എന്ന് പറയുന്നത്. അതൊരു വയറുമായിട്ട് നമ്മുടെ ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു വയർലെസ് ഡിവൈസ് ഉണ്ടാവും, വൈഫൈ ഉപയോഗിച്ച് ക്യാമറയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിവൈസ് ആവാം. അത് വെച്ചിട്ട് നമുക്ക് ഷട്ടർ റിലീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ട്രിഗർ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഡിവൈസും മോഷൻ ബ്ലർ ഇല്ലാതെ അല്ലെങ്കിൽ ഷേക്ക് ഇല്ലാതെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ബിഗിനർ ഫോട്ടോഗ്രാഫറിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 ഡിവൈസുകളാണ്. ഷേക്കില്ലാതെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അടുത്തൊരു ടിപ്പാണ് ഡിസേബിൾ VR എന്നുള്ളത്, അല്ലെങ്കിൽ വൈബ്രേഷൻ റിഡക്ഷൻ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ക്യാമറയിൽ ഡിസേബിൾ ചെയ്യുക എന്നുള്ളത്. പ്രധാനമായിട്ടും ട്രൈപോഡിൽ മൗണ്ട് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ആക്ച്വലി VR എന്നുള്ള സിസ്റ്റം, അല്ലെങ്കിൽ വൈബ്രേഷൻ റിഡക്ഷൻ എന്നുള്ള ക്യാമറയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം, ഏതെങ്കിലും തരത്തിലുള്ള ഷേക്കുകൾ ഉണ്ടായാൽ ആ ഷേക്കിനെ റിഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഷേക്കിനെ സ്റ്റെബിലൈസ് ചെയ്ത് കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ട് നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിന് ക്യാമറയുടെ ഉള്ളിലുള്ള ഒരു സിസ്റ്റമാണ് വൈബ്രേഷൻ റിഡക്ഷൻ, അല്ലെങ്കിൽ കാനോണിനാണെങ്കിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം. എന്നാൽ നമ്മൾ ക്യാമറ ട്രൈപോഡിൽ മൗണ്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോണോപോഡിൽ മൗണ്ട് ചെയ്ത് ക്യാമറ സ്റ്റഡി ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം ഓൺ ആയി വെക്കുന്നത് മൂലം നോർമലായിട്ടുണ്ടാകുന്ന ഷേക്കുകളൊന്നും ഉണ്ടാകാതെ വരുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുകയും, അപ്പോൾ ആ സിസ്റ്റത്തിനുണ്ടാകുന്ന ആ ഒരു കൺഫ്യൂഷൻ വഴി, അതായത് നോർമലി മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്ന ഒരു ക്യാമറയിൽ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യുകയാണ് ഈ VR അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം വഴി നമുക്ക് ഒരു ബ്ലർനെസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്യാമറ ട്രൈപോഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗിംബലിലോ അതുപോലെ തന്നെ എന്താ പറയുക മോണോപോഡിലോ ഒക്കെ സ്റ്റഡി ആയിട്ട് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ VR എന്നുള്ള ഈ ഒരു സിസ്റ്റം നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് ഇടാം എന്നുള്ളതാണ്. പ്രധാനമായും എൻട്രി ലെവൽ ക്യാമറകളിൽ, അതുപോലെ തന്നെ കുറച്ച് പഴയ എൻട്രി ലെവൽ ക്യാമറകളിലൊക്കെയാണ് ഈ ഒരു സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുമ്പോൾ, നിങ്ങളുടെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. VR ഇട്ടും അല്ലെങ്കിൽ VR ഓൺ ചെയ്തും VR ഓഫ് ചെയ്തും എടുക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്തൊരു ഓപ്ഷനാണ് MLU, അല്ലെങ്കിൽ മിറർ ലോക്ക് അപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ക്യാമറയുടെ ഉള്ളിൽ നമുക്ക് ഒരു മിറർ കാണാൻ കഴിയും. മിറർലെസ് ക്യാമറകളിലാണ് മിററില്ലാത്തത്. മിക്ക എല്ലാ DSLR ക്യാമറകളിലും ഒരു മിറർ കാണും. ആ മിററിലൂടെയാണ് നമ്മൾ, ആ മിററിനും അതുപോലെ തന്നെ അതിന് മുകളിലുള്ള പെൻറ്റാപ്രിസം വഴി ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി നമുക്ക് ദൃശ്യമാകുന്ന ഒരു വ്യൂവിലൂടെയാണ്, നമ്മൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. DSLRൻ്റെ മെക്കാനിസം എന്താണെങ്കിലും DSLRലെ വ്യൂ ഫൈൻഡർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ചില ബേസിക് നോളജ് ഉണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ ബേസിക്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, ഈ മിററിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ മിറർ സെൻസറിന് മുന്നിലുള്ള ഈ മിറർ മുകളിലേക്ക് പൊങ്ങിയിട്ടാണ് നമുക്ക് ഈ ഇമേജ് അല്ലെങ്കിൽ ലൈറ്റ് സെൻസറിലേക്ക് വന്ന് പതിക്കുന്നത് എന്നുള്ളതാണ്. ചില ബ്രാൻഡിൻ്റെ ക്യാമറകളിൽ ഈ ഒരു മിറർ മുകളിലേക്ക് പൊങ്ങി താഴുന്ന ഈ ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇല്ലാതാക്കാനായിട്ട് മിറർ പൂർണ്ണമായിട്ട് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ മിറർ ലോക്കപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ മിറർ മുകളിലേക്ക് പൊങ്ങിയിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ഈ സെൻസറിലേക്ക് പതിക്കുന്ന ഇമേജിൽ ഷേക്ക് ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഈ വൈബ്രേഷൻ്റെ സോഴ്സ് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. മിറർ എങ്ങനെയാണ് മുകളിലേക്ക് മാറുന്നത്, അതുവഴി സെൻസറിലുണ്ടാകുന്ന ഷേക്ക് എന്താണ് എന്നറിയാനായിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മിറർ ഫോട്ടോ എടുക്കുമ്പോൾ മുകളിലേക്ക് പോകുന്നത് താഴേക്ക് വരുന്നത് എന്നുള്ളത്. ഇത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കുന്ന
നടക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്ത് എൻ്റെ മിറർ മുകളിലേക്ക് പോകുന്നതും താഴേക്ക് വരുന്നതും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഷട്ടർ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഫൈനായിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു തമ്പ് റൂളുണ്ട്. അതായത് നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഫോക്കൽ ലെങ്തിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ 100 mm ആണ് നമ്മുടെ ഫോക്കൽ ലെങ്തിൽ 1/100 എന്നുള്ള ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുക. എന്നാൽ ചില ആളുകൾ അല്ലെങ്കിൽ ചില സൈറ്റുകളിൽ പറയുന്നതനുസരിച്ച് ഈ തമ്പ് റൂൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ × 2 നമ്മൾ യൂസ് ചെയ്യുന്ന ഫോക്കൽ ലെങ്ത് 100 ആണെങ്കിൽ 100 × 2 200 1/200 ഷട്ടർ സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ലൈറ്റ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ സമയത്തുള്ള ഒരു ലൈറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സോഴ്സിന് കൊടുക്കുന്ന ലൈറ്റ് അനുസരിച്ചിട്ട് സബ്ജക്റ്റിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒരു ലൈറ്റ് കുറവുള്ള ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഈ പറഞ്ഞ വലിയ ഷട്ടർ സ്പീഡിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഷാർപ്നെസ് ഇമേജിന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി ഷാർപ്നെസ് ഉണ്ടെങ്കിൽ ഒരു ഇമേജിന് ഒരു ബെനിഫിറ്റ് ആണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഫോർ എക്സാമ്പിൾ ഫോട്ടോഷോപ്പോ ലൈറ്റ് റൂമോ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ കൂട്ടി ഷാർപ്നെസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിലും ലൈറ്റ് റൂമിലൊക്കെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഷാർപ്നെസ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തായാലും എത്ര ഷാർപ്പ് ആണെങ്കിലും കുറച്ചുകൂടി ഷാർപ്നെസ് കിട്ടുവാണെങ്കിൽ അത് ഇമേജിന് ഒരു ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായിട്ട് എങ്ങനെ നല്ല ഷാർപ്നെസ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജസ് എടുക്കാം, നല്ല ക്രിസ്പി ആയിട്ട് നല്ല എഡ്ജസ് ഉള്ള ഇമേജ് എടുക്കാം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഫോട്ടോവർക്ക്.